അസ്സലാമു അലൈക്കും. ഇന്ന് റെസിപ്പി അയിലയാണ്. വലുതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കറിയിലേക്കുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കിയതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരപ്പുണ്ടാക്കുക. നമ്മൾ ഈ പൊടി ഇടുന്നേക്കാൾ മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതിൽ പൊടി ഒട്ടിപ്പിടിക്കില്ല അടിയിൽ, അല്ലെങ്കിൽ മിക്സിയുടെ അടിയിൽ നമുക്ക് അരപ്പ് ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കാത്ത കാരണമാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് കയ്യിലുകൊണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് കുടംപുളി, ഒരു 4 കുടംപുളി തിളച്ച വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു വലിയ തക്കാളി തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കുടംപുളി വെള്ളത്തിൽ ഇട്ടത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മല്ലിയുടെ കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ചെറിയ പീസാക്കിയിട്ടാണ് ഇന്ന് അയില കറി വെക്കുന്നത് കേട്ടോ. വലുതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് വെച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അതിനുശേഷം ഞാൻ മീൻ വറക്കാനുള്ള ഒരു അരപ്പുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഈ അയില പീസാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അയില കൂടുതൽ വേവിക്കരുത് കേട്ടോ. കറിയിൽ കിടന്നിട്ട് 2-3 തിളക്കെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അയില ഒരു ഉറപ്പുള്ള പോലെ ആയിരിക്കും. വലുതാണെന്ന് വെച്ചെങ്കിലൊക്കെ ഇതേപോലെ തന്നെ 2-3 തിളച്ചതിന് ശേഷം മൂടിയിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അയിലയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ അതിന് ശേഷം തീ ഓഫാക്കിയിട്ട് നന്നായി വറ്റി വരുമ്പോൾ തീ ഓഫാക്കണം. അധികം നേരം വേവിക്കരുത്, അപ്പോൾ ഒരു റബ്ബർ പോലെയാണ് അയില, ടേസ്റ്റും പോവും. നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം ഇതേപോലെ മൂടി വെച്ചിട്ട് പിന്നെ തീ ഓഫാക്കുക കേട്ടോ. അപ്പോൾ മീൻ കായം പുരട്ടാനും 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ചും കൂടെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിലാക്കുക. കയ്യിലുകൊണ്ട് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഒരു അരമുറി ഒരു വലിയ ചെറുനാരങ്ങയാണെങ്കിൽ അരമുറി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുത്തു വെച്ച അയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ കുരുവൊക്കെ മാറ്റിക്കളയണം കേട്ടോ. അതിന് ശേഷം അയിലയിലേക്കുള്ള വറവിടാം നമുക്ക്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് വലിയ അയിലൊക്കെ കിട്ടുമ്പോൾ വലുതിൽ തന്നെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അയില അധികം മൊരിച്ചെടുക്കരുത്. വലുതൊക്കെ ആകുമ്പോൾ അധികം അപ്പോൾ ചൂടോടെ കഴിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മൊരിയാത്തൊരു പ്രശ്നം വരില്ല. ആ ചൂടിൽ തന്നെ മൊരിച്ചെടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഒരു ഹാഫ് വേവിലൊക്കെ എടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അയില കഴിക്കാൻ. അല്ലെങ്കിൽ ഒരു ഉറപ്പ് പോലെയാണ്, പിന്നെ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക, ഉണക്കമുളക് ഇട്ട് കൊടുക്കുക, വേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തീ ഓഫ് ചെയ്യുക, കാരണം ഉലുവ പെട്ടെന്ന് തന്നെ കരിയും. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ അയിലക്കറി വറ്റി വന്നതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഉലുവ ഇട്ടിട്ട് വറവിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അയിലക്കറിയൊക്കെ. നിങ്ങളിതുപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയണം. അതേപോലെ തന്നെ പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ അയില പൊരിക്കാനുള്ള കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അയില ഒരു ഹാഫ് വേവിൽ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. കൂടുതലും മൊരിയാൻ നിൽക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും, മസാലയൊക്കെ കരിഞ്ഞു പോവും. ചെറിയ തീയിലിട്ടിട്ട് ഇതേപോലെ മൂടി വെച്ചിട്ട് വേവിക്കുകയാണെന്ന് വെച്ചെങ്കിൽ അധികം വെളിച്ചെണ്ണയും വേണ്ട, നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടും ചെയ്യും. അപ്പം ഇന്നത്തെ റെസിപ്പി അയില പൊരിച്ചത്, അയിലക്കറി, അതേപോലെ തന്നെ കുറച്ച് സോസേജ് ഉണ്ട്, മീൻകറി ഉണ്ട്, കുറച്ച് വെണ്ടക്ക കറി ഇന്നത്തെ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് വഴുതനങ്ങ ഉപ്പേരി ഉണ്ട്. നിങ്ങളിതുപോലെ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.